വെൽക്കം. അറ്റ്, ഇൻ, ഓൺ എന്നീ പ്രപ്പോസിഷൻസ് ഉപയോഗിക്കേണ്ട സാഹചര്യങ്ങൾ നാം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 2 വീഡിയോകളിലായി അറ്റ്, ഇൻ എന്നീ പ്രപ്പോസിഷൻസ് ഉപയോഗിക്കേണ്ട വിവിധ സാഹചര്യങ്ങൾ നാം പരിചയപ്പെട്ടു. ഈ പറഞ്ഞ വീഡിയോകൾ നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷനിൽ 2 വീഡിയോകളുടെയും ലിങ്ക് നിങ്ങൾക്ക് കാണാം. ആ ലിങ്ക് ഉപയോഗിച്ച് അറ്റ്, ഇൻ എന്നീ പ്രപ്പോസിഷൻ ഉപയോഗിക്കേണ്ട സാഹചര്യങ്ങൾ മനസ്സിലാക്കുക. ഈ എപ്പിസോഡിൽ നാം പരിചയപ്പെടുന്നത് ഓൺ എന്ന പ്രപ്പോസിഷൻ ഉപയോഗിക്കേണ്ട സാഹചര്യങ്ങളാണ്. ഈ വീഡിയോ കാണുകയും കേൾക്കുകയും ചെയ്യുന്നതിലൂടെ ഓൺ ഉപയോഗിക്കുന്ന സാഹചര്യങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങൾക്ക് പൂർണ്ണമായ ക്ലാരിഫിക്കേഷൻ ലഭിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓൺ എന്ന വാക്കിൻ്റെ അർത്ഥം മുകളിൽ എന്നാണല്ലോ. മേശയ്ക്ക് മുകളിൽ, ഓൺ ദി ടേബിൾ; സ്റ്റൂളിന് മുകളിൽ, ഓൺ ദി സ്റ്റൂൾ; മേൽക്കൂരയ്ക്ക് മുകളിൽ, ഓൺ ദി റൂഫ്. അങ്ങനെ മുകളിൽ എന്ന് വരുന്ന എല്ലാ സാഹചര്യങ്ങളിലും നാം ഓൺ ഉപയോഗിക്കാറുണ്ട്. ഓൺ എന്ന വാക്കിന് മുകളിൽ എന്ന അർത്ഥം കൂടാതെ വ്യത്യസ്തമായ വേറെ അർത്ഥങ്ങൾ കൂടിയുണ്ട്. അവ ഏതൊക്കെയെന്ന് നോക്കാം. ഓണിൻ്റെ അർത്ഥങ്ങൾ തരംതിരിച്ച് പഠിക്കുമ്പോൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഓൺ എന്ന വാക്ക് 6 ഇടങ്ങളിലാണ് പൊതുവെ ഉപയോഗിക്കുന്നത്. ഈ 6 അർത്ഥങ്ങളിൽ ഒന്നാമതായി വരുന്നത് മുൻപ് നാം പറഞ്ഞതുപോലെ മുകളിൽ എന്ന അർത്ഥത്തിൽ തന്നെയാണ്. അപ്പോൾ ഒന്നാമതായി എ ടോപ്പ് സർഫസ്. ഏതെങ്കിലും ഒന്നിൻ്റെ മുകൾ ഭാഗം അല്ലെങ്കിൽ പ്രതലം കാണിക്കാനായി ഓൺ ഉപയോഗിക്കാം. ഉദാഹരണത്തിന് പുട്ട് ഇറ്റ് ബാക്ക് ഓൺ ദി ടേബിൾ. അത് മേശയ്ക്ക് മുകളിൽ തിരികെ വയ്ക്കൂ. ഷീ ഈസ് സിറ്റിംഗ് ഓൺ ദി ചെയർ. അവൾ കസേരയിൽ ഇരിക്കുന്നു. എന്നാൽ ഒരു ആം ചെയറിലാണ് ഇരിക്കുന്നതെങ്കിൽ അവിടെ ഇൻ ആണ് ഉപയോഗിക്കേണ്ടത്. ഷീ ഈസ് സിറ്റിംഗ് ഇൻ ദി ആം ചെയർ. കാരണം കസേരയ്ക്ക് കൈയുള്ളതാണെങ്കിൽ അല്ലെങ്കിൽ ചാരു കസേരയാണ് എങ്കിൽ ഉള്ളിൽ ഇരിക്കുന്നു എന്ന അർത്ഥമാണ് വരുന്നത്. സ്റ്റൂൾ, സാധാരണ കസേര, ടേബിൾ എന്നിവയ്ക്കൊക്കെ വ്യക്തമായ ഒരു പ്രതലം തിരിച്ചറിയുവാൻ സാധിക്കും. കസേരയുടെ മുകളിലാണ്, സ്റ്റൂളിൻ്റെ മുകളിലാണ് ഇരിക്കുന്നത്. ടേബിളിൻ്റെ മുകളിലാണ് പുസ്തകം ഇരിക്കുന്നത്. മറ്റൊരു ഉദാഹരണം, ദേ ആർ പ്ലേയിങ് ഓൺ ദി ഗ്രൗണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ ഇൻ ദി ഗ്രൗണ്ട് എന്ന് ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞിരുന്നു. ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേഡിയം പോലുള്ള ഒരു ഇടത്തിന് മാത്രമേ ഇൻ ദി ഗ്രൗണ്ട് എന്ന് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുള്ളൂ. ചുറ്റും ബൗണ്ടറി തിരിച്ചിരിക്കുന്ന ഒരു ക്ലോസ്ഡ് ഏരിയയ്ക്ക് മാത്രമേ ഇൻ ദി ഗ്രൗണ്ട് എന്ന് നമുക്ക് പറയുവാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ തുറസായ ഒരു മൈതാനമാണ് എങ്കിൽ ഓൺ ദി ഗ്രൗണ്ട് എന്നുപയോഗിക്കുന്നതാണ് ശരി. കാരണം ഗ്രൗണ്ടിൻ്റെ പ്രതലത്തിലാണ് കളിക്കുന്നത്. ഏതെങ്കിലും ഒരു പ്രതലത്തിലാണ് എങ്കിൽ നമുക്ക് ഓൺ ഉപയോഗിക്കാം. ഓൺ ഉപയോഗിക്കേണ്ട അടുത്ത സാഹചര്യം പരിചയപ്പെടാം. ബിഫോർ ഡേയ്സ് ആൻഡ് ഡേറ്റ്സ്. ദിവസങ്ങൾക്കും തീയതികൾക്കും മുൻപായി ഓൺ എന്ന പ്രപ്പോസിഷൻ ഉപയോഗിക്കാം. ഓൺ സൺഡേ, ഓൺ മൺഡേ, ഓൺ ട്യൂസ്ഡേ, ഓൺ 25th March, ഓൺ 5th June, ഓൺ 16th January. I was born on 25th March 1997. He will come on Monday. അവൻ തിങ്കളാഴ്ച വരും. I don't work on holidays. ഞാൻ അവധി ദിവസങ്ങളിൽ ജോലി ചെയ്യാറില്ല. They will reach on ഓണം ഡേ. അവർ ഓണത്തിൻ്റെ അന്ന് വരും. അറ്റ് ഉപയോഗിക്കേണ്ടതിനെ പറ്റി പഠിച്ചപ്പോൾ സെലിബ്രേഷൻസിന് മുൻപിൽ അറ്റ് ചേർക്കുന്നതിനെക്കുറിച്ച് നാം പഠിച്ചിരുന്നു. ഓണം എന്ന് മാത്രമാണ് പറയുന്നതെങ്കിൽ അറ്റ് ആണ് ചേർക്കേണ്ടത്. അറ്റ് ഓണം, അറ്റ് ക്രിസ്മസ്. എന്നാൽ ഡേ കൂടി ചേർക്കുമ്പോൾ അവിടെ ഓൺ ആണ് ഉപയോഗിക്കേണ്ടത്. ഓൺ ഓണം ഡേ, ഓൺ ക്രിസ്മസ് ഡേ. ഓൺ ഉപയോഗിക്കേണ്ട മൂന്നാമത്തെ സാഹചര്യം നോക്കാം. ടു ഇൻഡിക്കേറ്റ് ഇലക്ട്രോണിക് ഡിവൈസസ്. ഓൾവേസ് ഷീ ഈസ് ഓൺ ഹെയർ സ്മാർട്ട് ഫോൺ. അവൾ എപ്പോഴും അവളുടെ സ്മാർട്ട് ഫോണിലാണ്. മൊബൈൽ ഫോൺ, കമ്പ്യൂട്ടർ, ടാബ്, TV എന്നീ ഡിവൈസസിനൊക്കെ ഓൺ മാത്രമാണ് ഉപയോഗിക്കുന്നത്. ഹി ഹാസ് ബീൻ ഓൺ ദി കമ്പ്യൂട്ടർ സിൻസ് മോർണിംഗ്. അവൻ രാവിലെ മുതൽ കമ്പ്യൂട്ടറിലാണ്. മൈ ഫേവറേറ്റ് മൂവി വിൽ ബി ഓൺ TV tonight. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മൂവി ഇന്ന് രാത്രി TV-യിൽ ഉണ്ടാകും. അപ്പോൾ ഇലക്ട്രോണിക് ഡിവൈസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതിന് പുറമെ ഈ ഡിവൈസിലെ ചില പ്രോഗ്രാംസിന് മുൻപായും ഓൺ ഉപയോഗിക്കാറുണ്ട്. ഓൺ ഇൻ്റർനെറ്റ്, ഓൺ ഫേസ്ബുക്ക്, ഓൺ വാട്സാപ്പ്. അടുത്ത സാഹചര്യം ടു ഇൻഡിക്കേറ്റ് പാർട്സ് ഓഫ് ബോഡി. ഉദാഹരണത്തിന് ദ സ്റ്റിക്ക് ഹിറ്റ് മീ ഓൺ മൈ ഷോൾഡർ. വടി എൻ്റെ തോളിൽ തട്ടി. തോളിൻ്റെ മുകളിൽ എന്ന അർത്ഥത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മൈ പാരറ്റ് കിസ്ഡ് മീ ഓൺ മൈ ചീക്ക്.
I wore a ring on my finger. ഞാൻ എൻ്റെ വിരലിൽ ഒരു മോതിരം അണിഞ്ഞു. തലയിൽ, വിരലിൽ, കവിളിൽ അങ്ങനെയുള്ള ബോഡി പാർട്സിനെല്ലാം ഓൺ ആണ് ഉപയോഗിക്കുന്നത്. ഓൺ ഉപയോഗിക്കുന്ന അടുത്ത സാഹചര്യം ടു ഡിനോട്ട് ടോപ്പിക്സ് ഓർ സബ്ജക്ട്സ്. ഏതെങ്കിലും ടോപ്പിക് അല്ലെങ്കിൽ സബ്ജക്റ്റ് പറയുവാനായി ഓൺ ഉപയോഗിക്കാറുണ്ട്. ഐ ആം ഗോയിങ് ടു മേക്ക് എ സ്പീച്ച് ഓൺ എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ. പരിസ്ഥിതി മലിനീകരണത്തെക്കുറിച്ച്. ആ ഒരു ടോപ്പിക്കിനെ അടിസ്ഥാനമാക്കിയാണ് പ്രസംഗിക്കുന്നത്. ഒരു ടോപ്പിക്കിനെ അല്ലെങ്കിൽ സബ്ജക്റ്റിനെ പറ്റി പറയുമ്പോൾ എബൌട്ട് എന്ന വാക്കും ഉപയോഗിക്കുവാൻ സാധിക്കും. അതേസമയം ഓൺ ഉപയോഗിക്കുന്നതും ഏറ്റവും അനുയോജ്യമാണ്. ഓൺ ക്ലെൻലിനെസ് ഷീ ഈസ് അഡാമൻറ്റ്. വൃത്തിയുടെ കാര്യത്തിൽ അവൾ കർക്കശക്കാരിയാണ്. അതായത് അഡമൻറ്റ് എന്ന് വെച്ചാൽ യാതൊരു വിട്ടുവീഴ്ചയുമില്ല. ഐ വുഡ് ലൈക്ക് ടു ഹാവ് യുവർ ഒപ്പീനിയൻ ഓൺ ദിസ് മാറ്റർ. ഈ ഒരു വിഷയത്തിൽ നിൻ്റെ അഭിപ്രായം എനിക്ക് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ഓണിൻ്റെ മറ്റൊരു ഉപയോഗം ചില വാക്കുകളുടെ കൂടെ നിർബന്ധമായും ഓൺ ചേർക്കേണ്ടതായുണ്ട്. അപ്പോൾ ചില പ്രധാനപ്പെട്ട വാക്കുകൾ അവയിൽ നിന്ന് തിരഞ്ഞെടുത്ത് പരിചയപ്പെടാം. 3 വാക്കുകളാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഒന്ന്, കൺഗ്രാജുലേറ്റ് ഓൺ. ഐ കൺഗ്രാജുലേറ്റ് യു ഓൺ യുവർ ന്യൂ ജോബ്. രണ്ടാമതായി റിലൈ ഓൺ. അതിൻ്റെ അർത്ഥം വിശ്വസിക്കാം. ക്യാൻ വി റിലൈ ഓൺ ദിസ് പേഴ്സൺ? നമുക്ക് ഈ വ്യക്തിയെ വിശ്വസിക്കുവാൻ സാധിക്കുമോ? മൂന്നാമതായി വർക്കിംഗ് ഓൺ. ഹീ ഈസ് വർക്കിംഗ് ഓൺ ഹിസ് പ്രോജക്റ്റ്. അവൻ അവൻ്റെ പ്രോജക്റ്റിൻ്റെ പണിപ്പുരയിലാണ്. അപ്പോൾ ഈ വീഡിയോയിലൂടെ ഓൺ എന്ന പ്രപ്പോസിഷൻ ഉപയോഗിക്കേണ്ടിയ 6 സാഹചര്യങ്ങൾ പരിചയപ്പെട്ടു. ഒന്നാമതായി എ ടോപ്പ് സർഫസ്, ഒരു പ്രതലത്തിൽ ഉള്ള വസ്തുവിനെക്കുറിച്ച്. രണ്ടാമതായി ടു സിഗ്നിഫൈ ഡേയ്സ് ആൻഡ് ഡേറ്റ്സ്, ദിവസങ്ങൾ അല്ലെങ്കിൽ കൃത്യമായ ഡേറ്റുകൾക്ക് മുൻപായി ഓൺ ഉപയോഗിക്കാം. മൂന്നാമതായി ടു ഇൻഡിക്കേറ്റ് ഇലക്ട്രോണിക് ഡിവൈസസ്, കമ്പ്യൂട്ടർ, TV, ലാപ്ടോപ്പ്, സ്മാർട്ട് ഫോൺ അങ്ങനെ ഇലക്ട്രോണിക് ഡിവൈസസ് പറയുവാനായി ഓൺ ഉപയോഗിക്കാം. നാലാമതായി ടു ഇൻഡിക്കേറ്റ് പാർട്സ് ഓഫ് ബോഡി, ശരീരത്തിലെ ഭാഗങ്ങൾ പറയുവാനായി ഓൺ ഉപയോഗിക്കാം. അഞ്ചാമതായി ടു ഡിനോട്ട് ടോപ്പിക്സ് ഓർ സബ്ജക്ട്സ്, പ്രത്യേക വിഷയങ്ങളെപ്പറ്റി പറയുവാനായി ഓൺ ഉപയോഗിക്കാം. ആറാമതായി വിത്ത് സർട്ടൈൻ വേർഡ്സ്, ചില വാക്കുകളുടെ കൂടെ ഓൺ എന്ന പ്രപ്പോസിഷൻ നമ്മൾ നിർബന്ധമായും ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട്. അറ്റ്, ഇൻ, ഓൺ എന്നീ പ്രപ്പോസിഷൻസ് ഉപയോഗിക്കേണ്ട സാഹചര്യങ്ങൾ നാം പഠിച്ചു. ഇവ കൂടാതെ ഉള്ള മറ്റ് പ്രപ്പോസിഷൻസ് ഉപയോഗിക്കേണ്ട വിധങ്ങൾ തുടർന്നുള്ള വീഡിയോകളിൽ നാം പരിചയപ്പെടുന്നതാണ്. തുടർന്നുള്ള വീഡിയോകൾ ലഭിക്കുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. കൂടാതെ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, സംശയങ്ങൾ കമൻറ്റ് ചെയ്യുക. മറ്റുള്ളവർക്കായി ഷെയർ ചെയ്യുക. താങ്ക് യു.